ഫ്രണ്ട്സ്, ജിജിഎസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു റൈസാണ്, നല്ല ഗ്രീൻ കളറായിട്ട് അല്ലേ. അത് കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും ഒത്തിരി ടേസ്റ്റാണ്. അതോടൊപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസ് കൂടിയാണിത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ നോക്കില്ല, ഇത് തന്നെ ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. ഇതിന് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. എന്താണ് ഇൻഗ്രീഡിയൻസ് എന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയില വെച്ചിട്ടാണ് ഞാൻ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മുരിങ്ങയില നമുക്ക് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ വാരണം. വെള്ളം ഇല്ലാതെ വേണം കേട്ടോ ഇത് നമുക്ക് എടുക്കേണ്ടത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കൊടുത്ത് കൈവിടാതെ ഒന്ന് ഇത് ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. കൂടുതൽ എണ്ണയുടെ ആവശ്യവും ഇല്ല. ഇല്ലാതെ തന്നെ നമുക്ക് 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. മുരിങ്ങയില ചെടിയുടെ തണ്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നമ്മൾ ആ തണ്ടോട് കൂടി കഴുകി എടുത്തതിന് ശേഷം ഊരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. അതല്ല ഊരിയെടുത്തതിന് ശേഷം കഴുകുകയാണെങ്കിൽ നമുക്ക് അതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെള്ളം ഒന്ന് കെട്ടിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതെ മുരിങ്ങയിലയിൽ തണ്ടോട് കൂടി തന്നെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളമില്ലാതെ തന്നെ ഇത് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്കിതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത്രയും ആവണ്ടു. നമുക്ക് കൂടുതലൊന്നും മുരിങ്ങയില വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഗ്രീൻ കളർ ഒട്ടും ആയാതെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടാറട്ടെ. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിന തളിരായതുകൊണ്ടാണ് ഞാൻ ആ തണ്ടോട് കൂടി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലപോലെ ഒരു പിടി അളവിൽ മല്ലിയില കൂടെ ചേർത്ത് ഇതൊന്ന് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. മുരിങ്ങയില നമ്മൾ പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കരുത്. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് വരിക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് മാത്രമേ മുരിങ്ങയില അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ നോക്കാം. മുരിങ്ങയില വറുത്ത ആ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിലാണ് ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ഒരു പട്ടയും ഒരു 2 ഗ്രാമ്പും 3 ഏലക്കായും ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിലേക്ക് കുരുമുളകും പെരിഞ്ജീരകവും പൊടിച്ചത് 1 ടീസ്പൂൺ, രണ്ടും കൂടെ ചേർത്ത് 1 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ കൂടുതൽ മസാലകളൊന്നും ആവശ്യമില്ല. ഇനി നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾക്ക് കൂടുതൽ സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് മാത്രം ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ പച്ച കളർ ഗ്രീൻ കളർ അതുപോലെ ഇരിക്കണം. നമുക്ക് കൂടുതൽ സമയം മൂടി അടച്ച് വെച്ചതൊന്നും വേവിച്ചെടുക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ നമ്മുടെ
ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 1-2 മിനിറ്റ്, അതിൽ കൂടുതലാകാതെ വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് എടുക്കാം. അപ്പോൾ ചോറ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി മുരിങ്ങയില കഴിക്കാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികൾ കഴിക്കും. എത്ര ഇഷ്ടമില്ല എന്ന് പറയുന്ന കുട്ടികളാണെങ്കിലും മുരിങ്ങയില ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. ഇലക്കറികൾ പൊതുവെ ഇഷ്ടമില്ലാത്ത കുറേ കുട്ടികളുണ്ടാവും. അതോടൊപ്പം തന്നെ മുരിങ്ങയില പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവാം. പിന്നെ മുതിർന്ന പ്രായം ചെല്ലുന്നതിനനുസരിച്ചിട്ട് മുരിങ്ങയില നമുക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും മുരിങ്ങയിലയുടെ ഗുണങ്ങൾ മൊത്തം നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഇത് ഞങ്ങളുടെ റെസിപ്പിയാണ്, ഞങ്ങളുടേതായിട്ടുള്ള റെസിപ്പിയാണ്. ഞങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇപ്പോൾ ഒന്നെങ്കിൽ ലഞ്ചിനായിരിക്കും അല്ലെങ്കിൽ ഡിന്നറിനായിരിക്കും. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു തൊട്ടുകൂട്ടാനോ എന്തെങ്കിലും മതിയാവും ഇതിൻ്റെ കൂടെ. നല്ലൊരു ടേസ്റ്റുള്ള വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഈ നുങ്ക റൈസ് നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.